ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് പ്രിഡേറ്റർ ദ ബാഡ്ലാൻഡ്സ് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും തീർച്ചയായും കണ്ട ഒരു സിനിമയായിരിക്കും പ്രേ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് സിനിമ എടുത്തിട്ടുള്ളത്. ആനിമേറ്റഡ് മൂവിയായ പ്രിഡേറ്റർ കില്ലർ ഓഫ് ദ കില്ലേഴ്സുമാണ് അദ്ദേഹത്തിൻ്റെ വേറെ സിനിമ. ഈ സംവിധായകൻ്റെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ് ഈ പ്രിഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന മൂവി. അത് വേറെ ലെവല മൂവി, അടിപൊളി തന്നെ അടിപൊളി മൂവിയാണ്, സൂപ്പറായിട്ട്. അത് ആ തിയേറ്റർ വാച്ചബിൾ ആവണം, എന്ന് വെച്ചാൽ 3D എഫക്റ്റിൽ നല്ല അടിപൊളി തിയേറ്റർ, ഐമാക്സ് പോലത്തെ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ തന്നെ വേറെയാണ്. ഈ സിനിമ വേറൊരു യൂണിവേഴ്സിലാണ് നടക്കുന്നത്. പിന്നെ കുറേ വിചിത്രമായ ജീവികളും അക്രമകാരികളായ സസ്യജാലങ്ങളുള്ള ഒരു വേറെ ലോകത്താണ് ഈ സിനിമ നടക്കുന്നത്. ഈ സിനിമയിൽ പ്രിഡേറ്ററായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ദിമിത്രിയസ് ഷൂട്ടർ എന്ന് പറഞ്ഞ ആക്ടറാണ്. ആ ആക്ടർ വളരെ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ എൽ.എ. ഫാനിങ് 2 കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൽ.എ. ഫാനിങ് വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. തിയ, ടെസ എന്ന് പറഞ്ഞിട്ട് 2 ക്യാരക്ടറായിട്ട് അഭിനയിച്ചു. 2 ക്യാരക്ടറും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമൻ്റെ സൗണ്ട് എഫക്റ്റ് ഒന്നും പറയണ്ട, അതെന്ന് വെച്ചാൽ ഒരു വേറെ ലെവൽ തന്നെയാണ്. സൗണ്ട് എഫക്റ്റ്, വിഷ്വൽസ് ഒക്കെ ഒരു വേറൊരു ലെവൽ തന്നെ. കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം, പറയാൻ പറ്റില്ല, അത്രയും അടിപൊളിയാണ്. ഈ സിനിമയിൽ പുതിയ ടെക്നോളജീസ് പുതിയത് അവതരിപ്പിച്ചു. നമ്മൾ തന്നെ തീരെ ചിന്തിക്കാത്ത ലെവലിലുള്ള ഒരു അവതാർ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ലെവലിലൊക്കെ വേറെ യൂണിവേഴ്സ് ലെവലിലേക്ക് ഈ സിനിമ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സിനിമ കാണുക. നല്ല ഒരു തിയേറ്ററിൽ നിന്ന് കാണണം. ഏതെങ്കിലും ഒരു തിയേറ്ററിൽ നിന്ന് കണ്ട അത്ര ഒരു എഫക്റ്റീവബിൾ ആവില്ല. ഒരു 4K തിയേറ്റർ ഏതെങ്കിലും ചൂസ് ചെയ്താൽ വളരെ നന്നായി. അല്ലെങ്കിൽ ഐമാക്സ്, PVR ഒക്കെ പോലത്തെ ഏതെങ്കിലും നല്ല അടിപൊളി തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, ബൈ.